ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആപ്പിൾ ട്രീയുടെ ഒരു ഫാമിലാണ്. നിറയെ ആപ്പിൾസ് ആണ് ഫാമിൽ. നമ്മൾ ആപ്പിൾ ട്രീയിൽ നിന്ന് ആപ്പിൾ പറിച്ച് കഴിക്കാൻ പോയ നല്ല ഒരുപാട് വെറൈറ്റി ആപ്പിളുകളാണ് നമ്മളിവിടെ കണ്ടത്. കാശ്മീർ നമ്മൾ ഗുൽമർഗ് പോയി തിരിച്ച് റിട്ടേൺ വരുന്ന വഴി നമ്മൾ ആപ്പിൾ തോട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി. നല്ല രസമുള്ള വെറൈറ്റി ആപ്പിളുകൾ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലോട്ട് ഈ ആപ്പിൾ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയോ എന്തോ ഒരു വാട്ടപ്പോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് കടയിൽ നിന്ന് ഇപ്പോൾ സാധാ കഴിക്കുന്ന ഒരു ആപ്പിളിൻ്റെ ആ ഒരു ഫീലേ നമ്മൾ കൊണ്ടുവന്നാലും ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവിടെ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്നൊരു ഒന്നൊന്നര ടേസ്റ്റാണ് ഗൈസ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. കടിക്കുമ്പോൾ തന്നെ ഒരു കൊട്ട വെള്ളമാണ് നമ്മൾ ഈ ആപ്പിളിൽ നിന്ന് വരുന്നത്. എന്ത് മധുരമാണെന്നറിയാമോ? മധുരവും ചെറിയ തണുപ്പൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആപ്പിളാണ് നമ്മൾ ഈ കാശ്മീർ പോയപ്പോൾ കഴിച്ചത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് 2 പെട്ടി ആപ്പിൾ മേടിച്ചായിരുന്നു, 1 പെട്ടി പീച്ചും മേടിച്ചായിരുന്നു. പക്ഷേ ആപ്പിൾ നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റേ കിട്ടിയുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ വെച്ച് കഴിച്ച ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ ചെന്നതിന് ശേഷം ഒരുപാട് ആപ്പിൾ മേടിച്ച് കഴിച്ചായിരുന്നു. നമ്മൾ ട്രാവലിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആപ്പിളാണ് കഴിച്ചിരുന്നത് വെച്ചാൽ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ആപ്പിൾ മേടിച്ച് കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ആപ്പിളുകളൊക്കെ നല്ല മധുരമായിരുന്നു. നമ്മൾ സോൻമർഗിൽ പോയപ്പോഴാണെങ്കിലും ആപ്പിൾ മേടിച്ചായിരുന്നു. ഗുൽമർഗിലോട്ട് പോണ വഴിക്ക് നമ്മൾ ആപ്പിൾ മേടിച്ചു. പിന്നെ അതുകൂടാതെ ഗുൽമർഗിൽ നിന്ന് റിട്ടേൺ വന്നപ്പോൾ ആപ്പിൾ നമ്മൾ 2 ബോക്സ് നാട്ടിൽ കൊണ്ടുപോകാൻ മേടിച്ചെങ്കിലും 1 കിലോ നമ്മൾ റൂമിലിരുന്ന് കഴിക്കാനും മേടിച്ചായിരുന്നു. ഇവിടെ ആപ്പിൾ മാത്രമല്ല, നമ്മൾ മാതളം കണ്ടായിരുന്നു. ഇത് പിയറാണ്. അപ്പോൾ പിയർ കണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പീച്ച് മേടിച്ചായിരുന്നു. പീച്ച് എന്ന് പറയുന്ന ഫ്രൂട്ട് ഞാനിവിടെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു ഫ്രൂട്ടായിരുന്നു. അതുകൂടാതെ പിയർ കുറേ താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ മോന് ഒരെണ്ണം എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു അതത്ര കൊള്ളൂലെന്ന് പറഞ്ഞു. നമുക്കതിട്ട് വേറെ പുള്ളി പറിച്ച് തന്നായിരുന്നു. അതുകൂടാതെ നമ്മളും 2 കൊണ്ടൊക്കെ ആപ്പിൾ പറിച്ചായിരുന്നു. കൂടുതൽ നമുക്ക് പറിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഈ ആപ്പിൾ ഫാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്ലക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഞാനും മോനും 2 ആപ്പിളൊക്കെ പറിച്ചായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നല്ലോ. ഭയങ്കര ടേസ്റ്റുള്ള ആപ്പിളാണ് ഈ ആപ്പിളെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്പിൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തായിരുന്നു. അത് പുള്ളി പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അധികം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ ചേട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ്, നമ്മൾ മലയാളികളാണല്ലോ, അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഒരു ആപ്പിളൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ കൊച്ചിനെ കൊണ്ടൊക്കെ പറിപ്പിച്ചു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പുള്ളി ഇങ്ങനെ മോന് ഭയങ്കര കാര്യമായിരുന്നു ആപ്പിൾ പറിക്കാൻ. അതുകൂടാതെ ഞങ്ങൾ ഒരു സാറിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഞാൻ അതും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരുപാട് ആപ്പിളും മാതളവും ഒക്കെ പിള്ളേർ പറിക്കുകയും അത് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ആപ്പിൾ, ഒരു രക്ഷയില്ല. ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അമേരിക്കൻ ആപ്പിളാണ് ഈ കാണിച്ചിരിക്കുന്ന അമേരിക്കൻ ആപ്പിളാണെന്നാണ് പുള്ളി പറഞ്ഞത്. ആപ്പിൾ ഉണ്ടാവുന്ന മാസം കഴിയുമ്പോൾ ഇവരിത് കട്ട് ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഇലകളൊക്കെ വന്ന് നമ്മളുടെ ഈ മഞ്ഞൊക്കെ കഴിഞ്ഞ് ഇലകളൊക്കെ വന്ന് പിന്നെയും ആപ്പിൾ ഉണ്ടാവുന്നു. ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ ഫാമിൽ. ഒരുപാട് ആപ്പിൾ മരങ്ങളുണ്ടായിരുന്നു. ആപ്പിൾ ഫാമിൽ കയറുന്നതിന് തന്നെ നമ്മളൊരു 10 രൂപ എങ്ങാണ്ടും കൊടുക്കേണ്ടി വന്നു. അത്രയും കൊടുത്തിട്ട് നമുക്ക് ഈ ആപ്പിളിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനും, പിന്നെ നമ്മൾ ഈ ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് ഈ ഇഷ്ടമുള്ള ആപ്പിൾ, ഇവിടെ ഉള്ള എല്ലാ ആപ്പിളും അവർ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൽ ഇഷ്ടമുള്ള ആപ്പിൾ നമുക്കത് സെലക്ട് ചെയ്യാം, അത് മേടിക്കാം. ആ ആപ്പിൾ മേടിച്ചാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾ അവിടെ നിന്ന് 1 കിലോ മേടിച്ച് തിന്നു. പക്ഷേ തിന്നത് നല്ല ടേസ്റ്റും കൊണ്ടുവന്നത് അത്ര ടേസ്റ്റും തോന്നിയില്ല. ഈ പുള്ളിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്ന് നമ്മളുടെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ഇത് ഗ്രീൻ ആപ്പിളാണ്. ഇത് പഴുത്ത് യെല്ലോ കളറാകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ആപ്പിളിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം. ഈ പുള്ളി നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം എന്നോട് ഞാൻ ആദ്യമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആപ്പിൾ പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 2 എണ്ണമൊക്കെ ഞങ്ങൾ പ്ലക്ക് ചെയ്തെടുത്ത് കഴിച്ചു. അങ്ങനെ രസമായിരുന്നു, നല്ല രസമുള്ള ഇതായിരുന്നു കേട്ടോ. ചിലവരൊക്കെ വന്ന് ഒരുപാട് പറിച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ What is this? It's called quince. Quince. It's good for healing. Healing. You can eating something, then you cannot heal quickly, then you can eat it. But eat it. Also cooking. നമ്മൾ വല്ലയിടത്തും തട്ടി മുട്ടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കറിയായിട്ടൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ പുള്ളി പറഞ്ഞു.
ആപ്പിൾ തോട്ടത്തിൻ്റെ തൊട്ടരികത്ത് തന്നെ ഗോതമ്പ് കൃഷിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കണ്ടു. അപ്പോൾ ആപ്പിളിൻ്റെ ഇടയിലൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ പോകുന്ന വഴിയൊക്കെ നിറയെ ആപ്പിളായിരുന്നു കേട്ടോ. റോഡ് സൈഡൊക്കെ ആപ്പിളുണ്ട് ഇവിടെ. പക്ഷേ അതൊക്കെ നമുക്ക് നിർത്തി എത്രത്തോളം പറിക്കാൻ പറ്റും എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ റോഡ് സൈഡൊന്നും ആപ്പിൾ മരത്തിൽ കയറി പറിക്കാനൊന്നും നിന്നില്ല. നമ്മൾ ആപ്പിൾ ഫാമിൽ പോയി ആപ്പിൾ പറിച്ചു. പിന്നെ ആപ്പിൾ കുറച്ച് തിന്നു. പിന്നെ മേടിച്ചു, അവിടെ തന്നെ മേടിച്ചു. അപ്പോൾ അവിടെ തന്നെ മേടിക്കുമ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആപ്പിളിന് നല്ല വിലയാണ്. ആപ്പിൾ സീസൺ വരുമ്പോൾ ഭയങ്കര വില കുറയുമല്ലോ. അതുപോലെ തന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മേടിച്ചത് 1 കിലോന് 100 രൂപയാണ്. 100 രൂപ നമ്മൾ ബോക്സായിട്ട് മേടിക്കുമ്പോൾ എത്രയോ 100 രൂപ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 120 രൂപ എന്തോ കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോക്സായിട്ടൊക്കെ മേടിച്ചത് കാരണം എല്ലാത്തിനും 100 രൂപ വെച്ച് തന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഈ മരങ്ങളൊക്കെ ആപ്പിളിൽ കൃഷിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ പറിച്ച് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മളുടെ മഞ്ഞ് കാലമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഇത് പിന്നെയും ആപ്പിളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ആപ്പിൾ ഫാമൊക്കെ കണ്ട് നല്ല ഹാപ്പിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫ്രൂട്ടാണ് ഞാൻ പറഞ്ഞത് പീച്ച് എന്ന് പറയുന്നത്, ആ ഗ്രീൻ കളറിൽ കാണുന്നത്. ഞങ്ങളത് ഒരു ബോക്സേ മേടിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ അത് 2 ബോക്സ് മേടിക്കണമായിരുന്നു പീച്ച് എന്ന് പറയുന്നത്. അത് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നല്ല ടേസ്റ്റാണ് അത് പഴുത്ത് കഴിഞ്ഞാലും. അത് മുറിക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് കേട്ടോ നാട്ടിൽ കൊണ്ടുവന്നിട്ട്. അത് അവിടെ വെച്ച് മുറിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പീച്ച് എന്ന് പറയുന്നത്. പിയർ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിയർ ആ ഒരു മരത്തിലുണ്ടായിരുന്നുള്ളൂ. അതവിടെ അവർ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പിൾ ഫാമിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. റോസ് പെറ്റൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അതേ നമ്മളുടെ ഹോട്ടലിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല റൂമൊക്കെ ആയിരുന്നു. നല്ല സ്പേഷ്യസ് റൂമൊക്കെ ആയിരുന്നു കേട്ടോ റോസ് പെറ്റൽ എന്ന് പറയുന്നത്. നല്ല ഹോട്ടലായിരുന്നു. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളുടെ ടൂർ പാക്കേജിൽ വന്നിരുന്നതാണ് കേട്ടോ ഈ ഹോട്ടലിലൊക്കെ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ വീഡിയോ മാത്രമല്ല, വൈകുന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി അറ്റാച്ച് ചെയ്ത അടുത്ത വീഡിയോ വരുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.